മാവേലിക്കര ജില്ലാ ആശുപത്രിയിലെ പിരിച്ചുവിട്ട മുഴുവൻ തൊഴിലാളികളെയും തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവേലിക്കര ജില്ലാ ആശുപത്രിക്ക് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര ജില്ലാ ആശുപത്രിയിലെ പിരിച്ചുവിട്ട മുഴുവൻ തൊഴിലാളികളെയും തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവേലിക്കര ജില്ലാ ആശുപത്രിക്ക് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു നേഴ്സിന് കിട്ടുന്നതിന്റെ 3 ശമ്പളമായിരിക്കും കൂടിയായിരിക്കും അവിടുത്തെ ഒരു സാധാരണ രാഷ്ട്രീയ ജീവനക്കാരൻ കിട്ടുന്നത് പകുതി പോലും കിട്ടില്ല ഒരു ദിവസം വേറെക്കാരൻ. ഈ നാമമാത്രമായ തുച്ഛമായ ശമ്പളമാണ് അവരുടെ അധ്വാനത്തിൽ ലഭ്യമാകുന്നത്. ആ ലഭ്യമാകുന്ന ശമ്പളം കൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 5 മാസക്കാലമായി ഈ 21-ാം തീയതി വരുമ്പോൾ 6 മാസമാകാൻ പോവുക. 5 മാസക്കാലമായി ഈ ദിവസം കിട്ടിക്കൊണ്ടിരുന്ന വേതനം കൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഈ പാവങ്ങൾ എന്ത് ചെയ്യുന്നു? അവരുടെ ജീവിതം ഈ നിലയിലാക്കിയത് ആരാണ്? അത്തരം ആൾക്കാർ ഉത്തരം പറഞ്ഞേ പറ്റൂ. അങ്ങനെ എന്തെങ്കിലും തെറ്റായ ഒരു തീരുമാനമെടുത്താൽ ദുർവാശിയുമായിട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. തെറ്റായ തീരുമാനമാണ് എടുത്തെങ്കിൽ അത് പുനഃപരിശോധിക്കുവാനുള്ള ആർജവമാണ് ബന്ധപ്പെട്ടവർക്കുണ്ടാകുന്നതെന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സാക്ഷാത്മം പറഞ്ഞു, ആരെങ്കിലും 1, 2, 5 എത്ര ആണേ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ കണ്ടുപിടിക്കും. ആ തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരോട് നമ്മൾ നിഷ്കരിക്കും. അവരൊന്നും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമൊന്നും ഞങ്ങൾക്കില്ല. കാരണം ഇത് ആരോഗ്യ മേഖലയാണ്. ഇവിടെ എത്തുന്ന മനുഷ്യന്റെ ജീവന്റെതാണ് പ്രശ്നം. ആശുപത്രി എന്ന് പറഞ്ഞാൽ അത് പൊതുസ്വത്താണ്. അതിന് പ്രയാസമുണ്ടാകുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാകുന്ന ജീവന് പ്രശ്നമുണ്ടാകുന്ന ഏതെങ്കിലും നിലയിലുള്ള അപാകത ആരെങ്കിലും ജീവനക്കാരൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ജീവനക്കാരുടെ പേരിൽ നടപടി സ്വീകരിച്ചാൽ അത് മനസ്സിലാകും. അതിന് പകരം ഇവിടെ ജോലിയെടുത്തിരുന്ന മുഴുവൻ ആൾക്കാരെയും അങ്ങ് പിരിച്ചുവിട്ട പുതിയ ആൾക്കാരെ പിടിച്ചിരിക്കാൻ എനിക്ക് പുതിയ ആൾക്കാരോടൊന്നും ഊരി കിടക്കൂല. കാരണം അതുങ്ങളും ജോലിയില്ലാത്തവരാണ് പാവപ്പെട്ടവർ. അവരെ കുറ്റപ്പെടേണ്ട കാര്യമില്ല. എവിടെയൊക്കെയുള്ള അവസരം ഉണ്ടെന്ന് കണ്ടാൽ ആൾക്കാർ നേരെ വരും. പക്ഷെ അവർ വന്നാലും ഈ ഇവിടെ ഉണ്ടായിരുന്ന ജോലിയെടുത്തിരുന്നവരെ കുറിച്ച് ആലോചിക്കുവാനുള്ള ഒരു സാമാന്യമായ ധാരണയെങ്കിലും ബന്ധപ്പെട്ടവർക്കുണ്ടാവില്ലേ? അതൊന്നും സ്വീകരിക്കാതെയാണ് ഏകപക്ഷീയമായിട്ട് ഇത്തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിക്കുവാൻ തയ്യാറായിട്ടുള്ളത്. ഞാൻ CITUവിന്റെ വലിയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ബന്ധപ്പെട്ടവരുടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. CITU പ്രസ്ഥാനം നിലകൊള്ളുന്നത് ഈ രാജ്യത്ത് അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ആ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടെടുക്കുമ്പോൾ തൊഴിലാളി വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്ന ഏത് വ്യക്തിയായാലും ഏത് സ്ഥാപനമായാലും ഏത് ഭരണാധികാരിയായാലും അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യും. അതിനെ അംഗീകരിക്കില്ല. അതിനെ ചേർത്ത് പരാജയപ്പെടുത്തും. അതിൽ ഏത് നഷ്ടം പോകുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് P ഷാജിമോഹൻ അധ്യക്ഷത വഹിച്ചു. അജയകുമാർ, ലീല അഭിലാഷ്, S അനിരുദ്ധൻ, KR ദേവരാജൻ, K സുനിൽകുമാർ, D തുളസീദാസ്, റെജീബ് അലി, S ഗിരിജ, ജയഷാജി എന്നിവർ സംസാരിച്ചു. S ഉമയമ്മ സ്വാഗതം പറഞ്ഞു. CDNet ന്യൂസ് മാവേലിക്കര.